ഏകാദശി നോറ്റക്കാക്ക. പണ്ട് പണ്ട് ഒരു ഒഴിഞ്ഞ പറമ്പിലെ വലിയൊരു പ്ലാവിലായിരുന്നു പൊന്നിക്കാക്ക കൂട് വെച്ചിരുന്നത്. ആ മരത്തിൽ വേറെയും കുറെ പക്ഷികളുടെ കൂടുകളും അവയിൽ പലവിധ പക്ഷികളും ഉണ്ടായിരുന്നു. പൊന്നിയുടെ കൂടിന്റെ തൊട്ടടുത്ത കൊമ്പിലായിരുന്നു കുശുംബിയായ കന്നിക്കാക്കയുടെ കൂട്. അങ്ങനെ ഇരിക്കെ പൊന്നിക്കാക്ക ഒരിക്കൽ ഏകാദശി നോറ്റു. ഏകാദശി നോറ്റ് ക്ഷീണിച്ച പൊന്നിക്കാക്ക പറന്നു പോകവേ ക്ഷീണം തോന്നി ഒരു മരത്തിന്റെ ചില്ലയിൽ പറന്നിരുന്നു. പൊന്നിക്കാക്കയുടെ ഭാരം കൊണ്ട് ആ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു താണു. വീഴാതെ പറന്ന് തൊട്ടടുത്ത മരത്തിലിരുന്ന പൊന്നിക്കാക്ക അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. ഒടിഞ്ഞു വീണ മരക്കൊമ്പിൽ നിന്നും എന്തോ തിളങ്ങുന്നു. നോക്കുമ്പോൾ ഭംഗിയുള്ള ഒരു സ്വർണമാല. പൊന്നിക്കാക്കയ്ക്ക് സന്തോഷമായി. ഏകാദശി നോട്ടതിന് ഭഗവാൻ തന്ന സമ്മാനമാണെന്ന് അവൾ വിശ്വസിച്ചു. പൊന്നിക്കാക്ക അതും കൊണ്ട് വേഗം കൂട്ടിലേക്ക് തിരിച്ചു. കൂട്ടിലെത്തിയ പൊന്നി കൂട്ടുകാരെയെല്ലാം തനിക്ക് കിട്ടിയ ആഭരണം കാണിച്ചു. പക്ഷേ എല്ലാ പക്ഷികളും പൊന്നിയെ അഭിനന്ദിച്ചും പുകഴ്ത്തിയും അവൾക്ക് ചുറ്റും കൂടി. കന്നിക്കാക്കയ്ക്ക് ഇതൊന്നും അത്ര പിടിച്ചില്ല. എന്താ അവളുടെ ഒരു പത്രാസ്? കന്നി മുഖം ചുളിച്ചു. കൂട്ടത്തിൽ കേളിയായ നാണിക്കാക്ക എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഏകാദശി നോട്ടതിന് ഭഗവാൻ പൊന്നിക്ക് കൊടുത്ത സമ്മാനമാണിത്. ഇതും പറഞ്ഞ് നാണിക്കാക്ക അത് പൊന്നിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഇതുകൂടി കാണ്ടേ കന്നിക്ക് കലിയുളകി. അവൾ ഉറച്ചൊരു തീരുമാനം എടുത്തു. പിറ്റേന്ന് ഏകാദശി അല്ലാതിരുന്നിട്ടും നാണിക്കാക്കയുടെ ഉപദേശം വകവയ്ക്കാതെ കന്നിക്കാക്ക കുളിച്ചൊരുങ്ങി ഏകാദശി നോറ്റു. പറന്ന് പറന്ന് ഒരു മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. താനിരുന്നിട്ടും ഒടിയാതിരുന്ന ചില്ലയെ ദേഷ്യത്തോടെ അവൾ കൊത്തിയൊടിച്ചു. മരത്തിന്റെ ചില്ലയിൽ സുഖസുഷുപ്തിയിലാണ്ടിരുന്ന ചേരക്കുട്ടൻ ദേഷ്യം വന്ന് കന്നിക്കിട്ട് നല്ലൊരു കടി കൊടുത്തു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് കന്നിക്കാക്ക കൂട്ടിലേക്ക് വെച്ചു പിടിച്ചു. അതിനുശേഷം കന്നിക്കാക്ക ആരോടും കുശും കൊണ്ടും കാട്ടാതെ നല്ല കുട്ടിയായി ജീവിച്ചു.